ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2005 പുറത്തിറങ്ങിയ ദിലീപ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജനപ്രിയ നായകനായ ദിലീപിന് 2005 എന്ന വർഷം വളരെ ഭാഗ്യം നിറഞ്ഞൊരു വർഷമായിരുന്നു. ആകെ 3 ചിത്രങ്ങളായിരുന്നു 2005 ദിലീപ് അഭിനയിച്ചത്. 2005 ദിലീപ് അഭിനയിച്ച എല്ലാ ചിത്രങ്ങളും സാമ്പത്തികമായി വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ 100% സക്സസ് റേഷ്യോ നേടിയെടുത്ത ഒരു വർഷമായിരുന്നു ദിലീപിന് 2005. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 2005 ദിലീപ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ കൊച്ചി രാജാവ്. ദിലീപ് ആക്ഷൻ ഹീറോ വേഷത്തിലെത്തിയ ഈ കോമഡി ആക്ഷൻ ഫാമിലി എന്റർടൈനർ ജോണി ആന്റണി ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഉദയകൃഷ്ണ, സിബി കെ തോമസ് തിരക്കഥ സംഭാഷണം രചിച്ച ഈ ചിത്രത്തിൽ കാവ്യ മാധവനായിരുന്നു നായിക. ആർ മോഹന്റെ നിർമ്മാണത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മുരളി, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, രംഭ, ഡൽഹി ഗണേശ്, റിയാസ് ഖാൻ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ദിലീപിന്റെ അക്കാലത്തെ മികച്ച പ്രതിച്ഛായയുടെ പിൻബലത്തിലും വിഷു സീസന്റെ അഡ്വാൻറ്റേജും കാരണം പ്രേക്ഷകർക്കിടയിൽ മികച്ച പ്രതികരണം നേടി സൂപ്പർ ഹിറ്റ് വിജയമാണ് അക്കാലത്ത് കൊച്ചി രാജാവ് നേടിയത്. വിദ്യാസാഗർ ഇണമിട്ട അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു. 2005 ദിലീപ് അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ജൂലൈ 4 തിയേറ്ററുകളിലെത്തിയ പാണ്ടിപ്പട. റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ഈ മുഴുനീള ഫാമിലി കോമഡി എന്റർടൈനർ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപും അനൂപും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. സംവിധായകനായ റാഫി മെക്കാട്ടിൻ തന്നെ കഥയും തിരക്കഥയും ഒരുക്കിയ ഈ ചിത്രം മികച്ച ഇനീഷ്യലാണ് നേടിയെടുത്തത്. ദിലീപിന്റെ അക്കാലത്തെ മാനറിസങ്ങൾക്ക് അനുയോജ്യമായി എടുത്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കോമഡി ഫാമിലി എന്റർടൈനർ എന്ന പേര് നേടിയതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ നേടിയെടുക്കാനായി. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു പാണ്ടിപ്പട. ദിലീപിന്റെ ഭാഗ്യ ദിവസമായ ജൂലൈ 4 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. പ്രകാശ് രാജ് വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ നവ്യ നായരായിരുന്നു ദിലീപിന്റെ നായികയായി എത്തിയത്. ഹരിശ്രീ അശോകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ് തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 75 ദിവസത്തിനോടടുത്താണ് പ്രദർശിപ്പിച്ചത്. സുരേഷ് പീറ്റേഴ്സ് സംഗീത സംവിധാനം നിർവഹിച്ച തട്ടുപൊളിപ്പൻ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 2005 ദിലീപ് അഭിനയിച്ച മൂന്നാമത്തെയും അവസാനത്തെയും ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 26 തിയേറ്ററുകളിലെത്തിയ ചാന്ദ് പൊട്ട്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രം ദിലീപിന്റെ അതുവരെയുള്ള കരിയറിൽ ചെയ്യാത്ത വളരെ വ്യത്യസ്തമായ ഒരു വേഷം കൊണ്ടായിരുന്നു ശ്രദ്ധ നേടിയത്. കോമഡിക്കും ഫാമിലി സെന്റിമെന്റ്സിനും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രത്തിൽ ഗോപികയായിരുന്നു നായിക വേഷം കൈകാര്യം ചെയ്തത്. ഇന്ദ്രജിത്ത്, ലാൽ, മാള അരവിന്ദൻ, രാജൻ പി ദേവ്, ബിജു മേനോൻ, ഭാവന തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ബെന്നി പി നായരമ്പലമായിരുന്നു നിർവഹിച്ചിരുന്നത്. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ മികച്ച വിജയമാണ് അക്കാലത്ത് കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും 100 ദിവസത്തിന് മുകളിൽ കംപ്ലീറ്റ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു ചാന്ദ് പൊട്ട്. ദിലീപ് കരിയറിലെ തന്നെ വളരെ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം വിദ്യാസാഗർ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. ആകെ സമ്മറി നോക്കുമ്പോൾ 2005 ദിലീപ് അഭിനയിച്ച 3 ചിത്രങ്ങളും വിജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 100% ആണ്. കൊച്ചി രാജാവ് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ പാണ്ടിപ്പട ഹിറ്റ് സ്റ്റാറ്റസ് നേടി, ചാന്ദ് പൊട്ട് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി. ഇത്രയുമാണ് 2005 പുറത്തിറങ്ങിയ ദിലീപ് അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.